ഹലോ നമസ്കാരം, ഭാവന സുട്ടേബിളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി എഗ് ഷക്ഷുകയാണ്. അതിനു മുൻപേ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, അതേപോലെ ബെല്ലൈക്കണും കൂടെ അമർത്തുക. ഇന്നത്തെ റെസിപ്പി ഇന്ത്യൻ റെസിപ്പി അല്ല, എന്നാൽ ഒരു ഇന്ത്യൻ സ്റ്റൈലാണ് ഞാൻ ഈ റെസിപ്പി ചെയ്യുന്നത്. വളരെ ടേസ്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ്. ഡിന്നറിനും ബ്രേക്ക്ഫാസ്റ്റിനും ഒക്കെ പോകുന്ന ഡിഷാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അതിനുവേണ്ടി ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാനിവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഒരു ഇടത്തരം വലുപ്പമുള്ള സവാള നുറുക്കിയിട്ടുണ്ട്, 4 മുട്ട എടുത്തിട്ടുണ്ട്, 1/2 കപ്പ് ടൊമാറ്റോ പേസ്റ്റ് എടുത്തിട്ടുണ്ട്, ഒരു 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്, അതേപോലെ 1 ടേബിൾ സ്പൂൺ ഗാർലിക് എടുത്തിട്ടുണ്ട്, 4 ടൊമാറ്റോസ് എടുത്ത് അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്, അതേപോലെ മല്ലിയിലയുണ്ട്, പുതിനയില നുറുക്കിയെടുത്ത് വെച്ചിട്ടുണ്ട്, 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ വീതം ജീരകപ്പൊടിയും ഗരം മസാലയും. ഇത്രയുമാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. ഇനി ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതിനായിട്ടൊരു പാൻ ചൂടാക്കാൻ വെച്ചു. അതിലേക്ക് എണ്ണ ഒഴിച്ചു. നന്നായി ചൂടായി വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നന്നായി ഒന്ന് വഴണ്ടി വരുമ്പോൾ നമ്മുടെ ഗാർലിക്കും ഗ്രീൻ ചില്ലീസും കൂടെ ഇട്ടുകൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നമ്മൾ നുറുക്കി വെച്ചിരിക്കുന്ന ടൊമാറ്റോസ് ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കണം. 1-2 ഒരു കറക്കം മതിയാവും കേട്ടോ, ഒരുപാട് അങ്ങോട്ട് പേസ്റ്റായി കിട്ടേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ടൊമാറ്റോ പേസ്റ്റ് ഒഴിച്ചു കൊടുക്കാം. 1/2 കപ്പാണ് എടുത്തിരിക്കുന്നത്. ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും, ആവശ്യത്തിന് വഴണ്ട് വരുമ്പോഴത്തേക്കും നമ്മൾ ഇപ്പോൾ റെഡിയാക്കി എടുത്തിരിക്കുന്ന ടൊമാറ്റോ പ്യൂരി അതും കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. മൂടി വെച്ചൊന്ന് വേവിക്കുക. ഈ ടൊമാറ്റോ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ എപ്പോഴും അടച്ചു വെച്ച് വേണം കേട്ടോ വേവിക്കാൻ, കാരണം ഇതിലുള്ള വെള്ളം വറ്റിപ്പോകാൻ ഇടവരാത്ത രീതിയിൽ. എടുത്തു വെച്ചിരിക്കുന്ന മസാലപ്പൊടികളെല്ലാം ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നാക്കി വഴറ്റിയെടുക്കണം. ഈ പച്ചമണം എല്ലാം മസാലപ്പൊടിയൊന്ന് മാറണം, നന്നായിട്ട് മൂത്ത് വരണം. അതുവരെയും ഇളക്കി കൊടുക്കുക. ചെറിയ തീയിലിട്ടിട്ട് വേവിക്കുക. ആവശ്യത്തിന് ഉപ്പ്, ഞാനൊരു നുള്ളു പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ഇതെല്ലാം ഒന്ന് ബാലൻസ് ആവാനായിട്ട്. നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കുക. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുട്ട ഓരോന്നായിട്ട് എടുത്തിട്ട് നമ്മളിപ്പോൾ റെഡി ആയിട്ടുള്ള ഈ ടൊമാറ്റോയുടെ സെൻറ്ററിൽ ഓരോരോ ഹോൾ ഉണ്ടാക്കി അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇപ്പം 4 മുട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് 4 സൈഡിലായിട്ട് ഓരോരോ ഹോൾ, ഇത് കണ്ടോ, ഇതേപോലെ ഹോൾ ഉണ്ടാക്കുക. എന്നിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിനകത്ത് വേറെ ഒന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല. എഗ്ഗ് ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക, അത്രേ ആവശ്യമുള്ളൂ. എന്നിട്ട് അതിന് മുകളിലേക്ക് മല്ലിയിലയും പുതിനയിലയും കൂടി ഒന്ന് വിതറി കൊടുക്കുക. എന്നിട്ട് ഒരു നുള്ള് കുരുമുളക് പൊടി, അതേപോലെ ചതച്ച മുളക്, കുറച്ച് ഉപ്പ്, എല്ലാം ഓരോരോ നുള്ളാട്ടോ. ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് ഈ എഗ്ഗ് നന്നായി വെന്ത് വരുന്നത് വരെ അടച്ചു വെച്ച് വേവിക്കണം. നോക്കൂ, നന്നായി ആയിട്ടുണ്ട്. പെർഫെക്റ്റ് ആയിട്ട് എഗ് ഷക്ഷുക വന്നിട്ടുണ്ട്. ഇത് ഇസ്രായേൽ വിഭവമാണെന്ന് ഓരോരുത്തർ പറയുന്നു, അറിയില്ല. എന്തായാലും ഇത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഡിഷാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നമ്മുടെ ടേസ്റ്റിന് വരുന്ന രീതിയിൽ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരുത്തി ഞാൻ ഉണ്ടാക്കിയതാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കുക. നിങ്ങൾ അതേപോലെ മറ്റുള്ളവർക്കൊക്കെ ഇത് ഷെയർ ചെയ്യുക. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇത് സൈഡ് ഡിഷൊക്കെ ആയിട്ട് പോകുന്നതാണ്. ചപ്പാത്തി, പൊറോട്ട, നാൻ, ഇതിൻ്റെ ഒക്കെ കൂടെ പോകും. ഇപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നോക്കൂ, ഇങ്ങനെയാണ് കട്ട് ചെയ്തിട്ട് ഓരോരോ എഗ്ഗായിട്ട് ഓരോരുത്തർക്ക് സെർവ് ചെയ്യാം. അപ്പം എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതേപോലെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കും ഫാമിലി മെമ്പേഴ്സിനും എല്ലാവർക്കും ഇത് ഷെയർ ചെയ്യുക. ഇനിയും നല്ല നല്ല റെസിപ്പിയുമായിട്ട് ഭവന സുട്ടേബിളിലൂടെ നമുക്ക് ഇനിയും കാണാം. താങ്ക് യു.